പ്രഖ്യാപിച്ചിട്ട് ഡിക്ലറേഷൻ ഓഫ് ഡീറ്റി 19ാമത്തെ വാക്യം മുതൽ എന്ത് തെളിവുകളാണ് കൈമാറേണ്ടത്, ആ തെളിവുകൾ യോഹന്നാൻ കൈമാറാനായി ശ്രമിക്കുക. യോഹന്നാൻ ഇങ്ങനെ ഈ തെളിവുകൾ കൈമാറുമ്പോൾ ഈ തെളിവുകൾക്ക് ആധാരമായി എടുക്കുന്നത് മറ്റൊരു യോഹന്നാനെ. ആ യോഹന്നാനെ ഞാൻ ഇങ്ങനെ പറയാം, യോഹന്നാൻ സ്നാപകൻ. ഇത് രണ്ടും മാറിപ്പോകാതിരിക്കേണ്ടതിനാണ് ഞാൻ അങ്ങനെ പറയുന്നത്. യോഹന്നാൻ എന്ന സുവിശേഷകൻ, യോഹന്നാൻ എന്ന സ്നാപകനായ യോഹന്നാന്റെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഡിക്ലറേഷന്റെ ചില തെളിവുകൾ എടുത്ത് യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് പ്രഖ്യാപിക്കുവാൻ ഈ ദൈവവ്രതൻ തയ്യാറാവുകയാണ്. ഞാൻ ഈ വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒന്നാമത്തെ ആശയം മാത്രം ഈ രാത്രി കൈമാറിക്കൊണ്ട് അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കട്ടെ. എന്തുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യം എഴുത്തുകാരനായ യോഹന്നാൻ യേശു ദൈവപുത്രനാണെന്ന് പ്രഖ്യാപിക്കേണ്ടതിന് എടുക്കാനിടയായത്? ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം, ഒരു കാര്യത്തിന് തെളിവ് കൊടുക്കുമ്പോൾ വിശ്വസിക്കാൻ കൊള്ളാകുന്ന ഒരു സ്രോതസ്സായിരിക്കണം ആശ്രയിക്കേണ്ടത്. കഴിഞ്ഞ 400 വർഷങ്ങൾ അന്ധകാര യുഗങ്ങളായി ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഇല്ലാതെ പോയൊരു കാലഘട്ടമാണ്. ദൈവത്തിന്റെ അരുളപ്പാടും ദർശനങ്ങളും അതിനു മുമ്പുണ്ടായിരുന്നത് പോലെ യഥേഷ്ടം ലഭിക്കാതിരിക്കുന്ന ഒരു കാലഘട്ടം. അവിടവിടങ്ങളിലായൊക്കെ കൊച്ചു കൊച്ചു പ്രകാശനങ്ങൾ ഉണ്ടായിരുന്നു എന്നത് സത്യമാണെങ്കിലും ഒരു മാസീവായ ദൈവപ്രത്യക്ഷതയോ അരുളപ്പാടുകളോ ദൈവിക ശബ്ദങ്ങളോ ദൈവത്തിന്റെ ഇടപെടലുകളോ കഴിഞ്ഞ 400 വർഷങ്ങൾ ഉണ്ടായിട്ടില്ല. അങ്ങനെ 400 വർഷങ്ങൾ ദൈവത്തിന്റെ ഇടപെടലുകൾ യഥേഷ്ടം ഉണ്ടാകാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ ഒടുവിൽ ഒരു ദൈവത്തിന്റെ ദാസന്റെ മേൽ പരിശുദ്ധാത്മാവ് അരുളപ്പാട് കൊടുക്കാൻ ആരംഭിക്കുക. ഞാനിന്ന് രാത്രി അവിടെ നിന്നുകൊണ്ടൊരു ചിന്ത പറയാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിൽ അന്ധകാര യുഗം എന്നൊക്കെ ആളുകൾ എങ്ങനെ വിധി പറഞ്ഞാലും ഒരു കാര്യം ഇന്ന് രാത്രി പറയാതിരിക്കാൻ പറ്റില്ല. വെളിപ്പാട് കൊടുക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രിയും ഉയരത്തിലുണ്ട്. ഏലയുടെ കാലഘട്ടത്തിൽ തലമുറയടക്കം തിന്മയുടെയും കുടിലതയുടെയും പിന്നാലെ യാത്ര ചെയ്യുമ്പോൾ ആലയത്തിന്റെ നടുത്തടത്തിൽ സ്തോത്രം ആ വെളിച്ചം കെടാതിരിക്കേണ്ടതിന് ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരു സാധാരണ ബാലകൻ ആലയത്തിന്റെ അകത്തളത്തിലുണ്ടായിരുന്നു. പ്രാർത്ഥിച്ച് ലഭിച്ചൊരു മകനാണ്. നീണ്ട വർഷങ്ങൾ ആലയത്തിനകത്ത് ഒരു മകന് വേണ്ടി പ്രാർത്ഥിച്ച ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം കൊടുത്ത മറുപടി, അവൻ ആലയത്തിന്റെ അകത്തുണ്ട്, അവനോട് ദൈവം ഇടപെടാൻ ആരംഭിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി അന്ധകാരം നിബിഡമെന്ന് ആരൊക്കെ വിധി പറഞ്ഞാലും എന്റെ ദൈവം ഇന്ന് രാത്രിയും ജീവിക്കുന്നു. അവൻ ഇടപെടുന്ന ദൈവമാണ്, അരുളപ്പാട് കൊടുക്കുന്ന ദൈവമാണ്. അവന്റെ ആത്മാവിന്റെ ചലനം ഇന്ന് രാത്രിയും ഈ മഹായോഗത്തിൽ സംഭവിക്കുമെന്ന് ആത്മാവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളല്ല അത്തരം തുറന്ന കരമുയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയണം. അവൻ ഇടപെടുന്ന ദൈവമാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, യോഹന്നാന് ഈ അന്ധകാര യുഗത്തിന്റെ ഒടുവിൽ ദൈവത്തിന് അരുളപ്പാട് ലഭിക്കുക. ദൈവത്തിന് അരുളപ്പാട് ലഭിക്കുമ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട് ഒരൊട്ടും മാറ്റം വെക്കാതെ, ഒട്ടും കുറച്ച് കാണിക്കാതെ അതിന്റെ ഗൗരവത്തിൽ നിന്നുകൊണ്ട് തന്നെ തലമുറയോട് കൈമാറി കൊടുക്കാൻ ഈ ദൈവത്തിന്റെ ദാസനായ യോഹന്നാൻ തയ്യാറാകുന്നു. യോഹന്നാനെ കുറിച്ച് വായിക്കുന്നത് താനൊരു പ്രവാചകനെന്ന അവിടെയുള്ള പല അധ്യായങ്ങളിലും യോഹന്നാൻ തന്നെ എഴുതി വരുമ്പോൾ അവനെ കുറിച്ച് ജനം പറയുന്നത് അവനൊരു സാധാരണക്കാരനല്ല, അവനൊരു പ്രവാചകനാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു സാധാരണ പ്രവാചകനല്ല. ഒരുപാട് പ്രവാചകന്മാരെയൊക്കെ ഇസ്രായേൽ സമൂഹം കണ്ടിട്ടുണ്ട്. മഹാരഥന്മാരായ പ്രവാചകന്മാർ, വലിയ പ്രവാചകന്മാർ, ചെറിയ പ്രവാചകന്മാർ, അങ്ങനെ ഒരുപാട് പ്രവാചകന്മാരെ കണ്ട ഇസ്രായേൽ ചരിത്രത്തിന്റെ അന്ധകാര നിബിഡമായ ഏതാണ്ട് 400 വർഷങ്ങളുടെ ഒടുവിൽ
ഇതാ ഒരുവരെ ദൈവം അഭിഷേകം ചെയ്യുകയാണ്. അവരെ ഇപ്പൊ ലോകം വിളിക്കുന്നത് ഒരു അഭിഷക്തനെന്നാണ്, ഒരു പ്രവാചകനെന്നാണ്. അവരെ ആളുകൾ പറയാൻ തുടങ്ങി. അവന്റെ മേൽ അഭിഷേകമുണ്ട്, അവന്റെ മേൽ ആത്മനിറവുണ്ട്, അവന്റെ മേൽ അരുളപ്പാടുണ്ട്, അവന്റെ മേൽ ദൈവകൃപയുണ്ട്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. അഭിഷേകം നിറവിൽ നിൽക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളെ ഈ ലോകത്തിന് തിരിച്ചറിയാൻ കഴിയുമെന്ന് എന്റെ പ്രിയപ്പെട്ടവര് മറന്നു പോകരുത്. നമ്മെ കാണുന്നതിന്റെ അപ്പുറത്ത് നമ്മെ അഭിഷേകം ചെയ്യുന്ന, നമ്മെ ആത്മനിറവിൽ അവിടുത്തെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി അധികാരത്തോടെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളൊക്കെ പറയണം. എന്റെ കർത്താവ് ഇന്ന് രാത്രിയും എന്നോട് ലോകത്തിന് തിരിച്ചറിയാൻ കഴിയുമെന്ന് എന്റെ പ്രിയപ്പെട്ടവര് മറന്നു പോകരുത്. അന്ധകാര നിബിഡമായ ഏതാണ്ട് 400 വർഷങ്ങളുടെ ഒടുവിൽ ഇതാ ഒരുവരെ ദൈവം അഭിഷേകം ചെയ്യുകയാണ്. അവരെ ഇപ്പൊ ലോകം വിളിക്കുന്നത് ഒരു അഭിഷക്തനെന്നാണ്, ഒരു പ്രവാചകനെന്നാണ്. അവരെ ആളുകൾ പറയാൻ തുടങ്ങി. അവന്റെ മേൽ അഭിഷേകമുണ്ട്, അവന്റെ മേൽ ആത്മനിറവുണ്ട്, അവന്റെ മേൽ അരുളപ്പാടുണ്ട്, അവന്റെ മേൽ ദൈവകൃപയുണ്ട്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. അഭിഷേകം നിറവിൽ നിൽക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളെ ഈ ലോകത്തിന് തിരിച്ചറിയാൻ കഴിയുമെന്ന് എന്റെ പ്രിയപ്പെട്ടവര് മറന്നു പോകരുത്. നമ്മെ കാണുന്നതിന്റെ അപ്പുറത്ത് നമ്മെ അഭിഷേകം ചെയ്യുന്ന, നമ്മെ ആത്മനിറവിൽ അവിടുത്തെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി അധികാരത്തോടെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളൊക്കെ പറയണം. എന്റെ കർത്താവ് ഇന്ന് രാത്രിയും എന്നോട് ഇടപെടുന്ന ദൈവമാണ്. അപ്പൊ യോഹന്നാൻ ആശ്രയിക്കുന്നത് യോഹന്നാൻ സ്നാപകൻ എന്ന അനുഗ്രഹീതനായ ദൈവത്തിന്റെ ദാസന്റെ വാക്കുകളിലാണ്. എന്തുകൊണ്ടാണ് യോഹന്നാൻ ഈ സ്നാപക യോഹന്നാനെ ദൈവപുത്രനാണ് യേശുവെന്ന് പറയേണ്ടതിന് തെളിവ് കൊടുക്കാൻ ആശ്രയിച്ചു? രണ്ടാമത്തെ കാരണം, യോഹന്നാൻ സ്നാപകൻ ഒരു സാധാരണ പ്രവാചകനല്ല. ചരിത്രം മുഴുവൻ പറയാൻ നമുക്കിന്ന് രാത്രി സമയമില്ല. യോഹന്നാൻ സ്നാപകൻ ഒരു സാധാരണ പ്രവാചകനല്ല, അസാധാരണ ജനനത്തിനുടമയാണ് യോഹന്നാൻ സ്നാപകൻ. അബിയാഖൂറും സെഖര്യാവും അഹരോന്റെ കുടുംബത്തിൽ ജനിച്ചവളുമായ എലിസബത്ത് എന്ന് പറയുന്ന സഹോദരി ഒരു ഭവനത്തിൽ അവർ ഒരുമിച്ച് പാർക്കുക. ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാ. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ അവർ ഒരുമിച്ച് വിശ്വസ്തയോടെ കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്തവരാ. ആലയത്തിൽ അവര് പോകുന്നു, അവസരം കിട്ടുമ്പോൾ ശുശ്രൂഷയുടെ പങ്കാളികളായി മാറുന്നു. പക്ഷെ ഹൃദയത്തിനകത്ത് അവർക്കൊരു നൊമ്പരമുണ്ട്. നൊമ്പരം വേറൊന്നുമല്ല, അവർക്കൊരു മകനില്ല, അവർക്കൊരു തലമുറയില്ല. ആലയത്തിനകത്ത് ആരാധനയ്ക്ക് ചെന്ന് ആലയത്തിലെ ശുശ്രൂഷകളുടെ പങ്കാളിയായി മാറുന്ന ഒരു അനുഗ്രഹീതനായ ദൈവദാസൻ തന്നെ കുറിച്ച് ലൂക്കോസ് ഇങ്ങനെ വിശദീകരിക്കുന്നു. ലൂക്കോസ് എഴുതി വരുമ്പോൾ പറയുന്നു, സ്തോത്രം, ഇവർ രണ്ടുപേരും ദൈവത്തിന്റെ കൽപ്പനകളിൽ കുറ്റമില്ലാത്തവരാ. അവര് രണ്ടുപേരും നിഷ്കളങ്കന്മാരാണ്. എന്നിട്ട് ഇങ്ങനെ പറയുന്നു, രണ്ടുപേരും വയസ്സു ചെന്നവരുമാണ്. അവിടെ അങ്ങനെ വരുമ്പോൾ സാധ്യതകൾ മങ്ങിയിരിക്കുന്നു. ഇനി പ്രതീക്ഷകൾക്ക് വകയില്ല. ആലയത്തിൽ ആരാധന നടത്തുന്നവരാ. അങ്ങനെ ഇരിക്കുമ്പോൾ കൂറിന്റെ ക്രമപ്രകാരം ആലയത്തിൽ ശുശ്രൂഷ നിർവഹിക്കേണ്ടതിന്, ധൂപം കാട്ടേണ്ടതിന് ദൈവത്തിന്റെ ദാസനായ സെഖര്യാവിന് നറുക്കു വീഴുകയാണ്. ആലയത്തിൽ ആരാധന നിർവഹിക്കാൻ, ധൂപം കാട്ടേണ്ടതിന് വളരെ പ്രതീക്ഷയോടും ആവേശത്തോടും കൂടെ ആലയത്തിന്റെ അകത്ത് ഈ ദൈവവൃത്യം ചെന്ന് നിൽക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെ ആരാധനയിൽ ധൂപം കാട്ടേണ്ടതിന് ആലയത്തിന്റെ അകത്ത് ഈ പുരോഹിതനായ ദൈവവൃത്യം ചെന്ന് നിൽക്കുമ്പോൾ അവന്റെ ഹൃദയത്തിനകത്ത് ഒരു വിങ്ങലുണ്ട്. എന്താ വിങ്ങൽ? എനിക്കൊരു മകനില്ല. എന്നെ വിങ്ങലാണെന്നറിയാമോ? ആ ദൈവഭൃത്യന്റെ വിങ്ങൽ ലോകത്തിൽ വേറെ ആർക്കും അറിയില്ല, പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിനറിയാം. ഞാനിന്ന് രാത്രി ഒരു ദൂത് കൈമാറേണ്ടതിന് അവിടെ ഒന്നും നിൽക്കട്ടെ. ആരാധന നിർവഹിക്കുന്നവരും ആലയത്തിൽ ശുശ്രൂഷ നടത്തുന്നവരും പലരും വിങ്ങി 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 കരഞ്ഞ് നിറഞ്ഞ കണ്ണുകളോടെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടും കാലങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഇന്നുവരെ
ഇതുവരെ മറുപടി ഇല്ലെങ്കിലും ഒരു ദൂത് ഞാൻ കൈമാറട്ടെ. നിന്റെ ആരാധന മധ്യേ സ്വർഗം കീറി മുറിച്ചുകൊണ്ട് ദൂതനെ ഇറക്കാൻ ഇന്ന് രാത്രിയും കഴിവുള്ള ഒരു ദൈവം എനിക്ക് വേണ്ടി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരല്ല ഈ രാത്രി ആത്മാവിൽ പറയണം, ഈ ആരാധന മധ്യേ എനിക്ക് വേണ്ടി തന്നെ ദൂതനെ എന്റെ ദൈവം ഇറക്കുന്ന ദൈവമാ. ഞാനിന്ന് രാത്രി അങ്ങനെ പറഞ്ഞ അതുകൊണ്ട് എനിക്ക് വിശദീകരണം അവസാനിപ്പിക്കാൻ പറ്റില്ല. ദൈവത്തിന്റെ ആലയത്തിൽ ശലോമോന്റെ ദൈവാലയത്തിൽ ആരാധന നിർവഹിച്ചപ്പോൾ അതിനകത്ത് തന്നെ ഇനാഗുറേഷൻ നടക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു, പുരോഹിതന്മാർക്ക് ശുശ്രൂഷിക്കാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ തേജസ് ഈ ആലയത്തിന്റെ അകത്തളത്തിൽ ഇറങ്ങി അവർക്ക് ശുശ്രൂഷിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ആലയത്തിൽ പല പ്രാവശ്യം ദൈവത്തിന്റെ തേജസ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ മാത്രം ആരാധന ശുശ്രൂഷ നടത്താൻ അവസരം ലഭിച്ച സക്കറിയാവിന്റെ ശുശ്രൂഷയിൽ ഇറങ്ങിയത് തേജസ്സിനേക്കാൾ അവന്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയായി ദൈവം ഒരു ദൂതനെ ഇറക്കുകയാ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി വിതുമ്പിക്കരയുന്ന വിശുദ്ധന്മാരോട് ഒരു ദൂത് ഞാൻ കൈമാറട്ടെ. നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ കണ്ണീര് കാണുന്ന ഒരു ദൈവമുണ്ട്, അവഗണന കാണുന്ന ഒരു ദൈവമുണ്ട്. വയസ്സ് ചെന്നവനെങ്കിലും അത്ഭുതം ചെയ്ത് നിന്നെ ആദരിക്കാൻ കഴിയുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവി വിശ്വസിക്കുന്നവരെ അകം നിറഞ്ഞ ദൈവത്തോട് പറയണം, ഞാൻ ഈ രാത്രി അത് വിശ്വസിക്കുന്നു. പോരാ ദൈവമക്കൾ, ഇന്ന് രാത്രി ആത്മാവി ദൈവത്തെ ആരാധിക്കുന്ന രാത്രിയാകണം. ചിലർക്ക് വേണ്ടി തന്നെ ദൂതഗണത്തെ ദൂത സഞ്ചയത്തെ തന്നെ ഈ യോഗത്തിന്റെ നടുവിൽ എന്റെ ദൈവം ഇറക്കുന്ന രാത്രിയാകട്ടെ. ലക്ഷ്യങ്ങൾ നഷ്ടപ്പെട്ടു പോയ, പ്രതീക്ഷകൾ അസ്തമിച്ചു പോയ, സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞു പോയ, ഇനി വഴിയില്ലെന്ന് വിധി എഴുതിയ, ഡോക്ടറെ കൈയടിഞ്ഞു പോയ കേസുകളുടെ മേൽ ഇന്ന് രാത്രി അധികാരമുള്ള ദൈവത്തിന്റെ കരം എന്റെ ദൈവം ഇറക്കുമെന്ന് വിശ്വസിക്കുന്നവർ ആത്മാവി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തുടങ്ങണം. മൗനമായിട്ടിരിക്കല്ലേ. ദൂതഗണത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ആലയത്തിലുണ്ട്. ആരാധന മധ്യേ ഇറങ്ങുന്ന ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വം തിരിച്ചറിയാൻ കഴിയുന്നവരല്ല ഇന്ന് രാത്രി പറയണം, കോപയുടെ ദൂതൻ എനിക്ക് വേണ്ടി ഒരു ദൈവം ഇറക്കും. പരിശുദ്ധാത്മാവിനോട് അങ്ങനെ പറയുന്നു, ചിലർക്ക് വേണ്ടി നിന്റെ അരികിൽ കോപയുടെ ദൂതൻ ഇറങ്ങി വന്നിട്ടുണ്ട്. അടഞ്ഞുപോയ വാതിലുകളെ ഇന്ന് രാത്രി മലർക്കെ തുറക്കാൻ, ഇരുമ്പോടാമ്പരകളെ നിന്റെ മുമ്പിൽ തുറന്നിടാൻ, നിനക്ക് വേണ്ടി വഴിയൊരുക്കാൻ, ആരും തുറക്കാതെ വേണം അടയ്ക്കുകയും ആരും അടയ്ക്കാതെ വേണം തുറക്കുകയും ചെയ്യുന്ന ദാവീദിന്റെ താക്കോലുള്ളവൻ ഇന്ന് രാത്രി നിനക്ക് മുൻപിൽ പോകട്ടെ. അവൻ ഈ രാത്രി അത്ഭുതങ്ങൾ ചെയ്യട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും അധികാരം പ്രാപിച്ച നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി അങ്ങനെ സംഭവിക്കട്ടെ. രക്തം ജയം, രക്തം ജയം. ദൈവജനങ്ങൾ ഇന്ന് രാത്രി പ്രതികരിക്കാൻ തുടങ്ങണം, ആത്മാവിൽ പ്രതികരിക്കാൻ തുടങ്ങണം. ഭൂതഗണത്തിന്റെ സാന്നിധ്യം പ്രാർത്ഥിക്കുന്നവർക്ക് മറുപടിയായി കർത്താവ് ഇന്ന് രാത്രി ഇതിനകത്തിറക്കും. ഇത് മൂന്നാമത്തെ രാത്രിയാ. IPC കേരള സ്റ്റേറ്റിന്റെ ജനകൺവെൻഷന്റെ മൂന്നാമത്തെ രാത്രിയാ. ഈ പ്രസംഗം തീരണമെന്ന് എനിക്ക് നിർബന്ധമില്ല. പക്ഷേ യഹോവയുടെ തേജസ്സും അവന്റെ ദൂത സഞ്ചയത്തിന്റെ സാന്നിധ്യവും ഈ യോഗത്തിന്റെ മധ്യത്തിൽ ഇറങ്ങിയ ഇതുവരെ നടക്കാത്തത് ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഓടി മാറുന്ന രാത്രിയാകണം. കുട്ടന്റെ ആലോചനകൾ ഈ രാത്രി അടിയറവ് പറയുന്ന രാത്രിയാകണം. സ്വാതന്ത്ര്യത്തിന്റെ കരം യേശുവിന്റെ നാമത്തിൽ ഈ ആലയത്തിൽ വ്യാപരിക്കട്ടെ. രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ഹല്ലേലൂയ. അവൻ ദൂതനിറങ്ങി പ്രാർത്ഥിക്കുന്ന സഖരിയാവിനും പ്രാർത്ഥിക്കുന്ന എലിശബത്തിനും വേണ്ടി ആരാധന മധ്യ ദൂതനിറങ്ങിയ. നിങ്ങൾ ശ്രദ്ധിക്കണം, ആലയത്തിന് ആരാധന പോലും ഡിസ്റ്റർബ് ആയി എന്നതാ സത്യം. ഒരു പ്രതീക്ഷയില്ല, ഒരിക്കൽ കിട്ടിയ ഒരു അവസരമാണ്. നറുക്കാകെ വീണ്ടത് ഒരു പ്രാവശ്യമായിരിക്കണം. അങ്ങനെ കിട്ടിയ അവസരത്തിൽ ഈ ആരാധന പോലും ഡിസ്റ്റർബ് ആകുമ്പോൾ ജനത്തെ രാത്രി അങ്ങനെ ദൈവത്തിന് സ്തോത്രം പറയുക. നമ്മുടെ പ്രോട്ടോകോളൊക്കെ ഒന്ന് മാറട്ടെ, നമ്മുടെ രീതികളൊക്കെ ഒന്ന് മാറട്ടെ, നമ്മുടെ സിസ്റ്റങ്ങളും ക്രമീകരണങ്ങളും ഒന്ന് മാറട്ടെ.
പരിശുദ്ധാത്മാവിന് ആലോചന കൊടുക്കാൻ, ദൈവത്തിന് ആത്മാവിന് ചലിക്കാൻ ആലയത്തിന് നടുവിൽ അവസരമുണ്ടായാൽ നമ്മുടെ നിർജീവത്വം മാറുമെന്ന് ഗ്രഹിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഈ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ചിട്ടകളൊന്ന് മാറ്റാം, നമ്മുടെ രീതികളൊന്ന് മാറ്റാം. ഇന്ന് രാത്രി പരിശുദ്ധന്മാരോട് പറയാം, നിയന്ത്രണം ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ആരാധന കൂട്ടത്തെ പരിശുദ്ധന്മാർ ഏറ്റെടുക്കട്ടെ. ഞങ്ങളുടെ പ്രസംഗകന്മാരെ പരിശുദ്ധന്മാർ ഏറ്റെടുക്കട്ടെ. ഞങ്ങളുടെ വോളണ്ടിയേഴ്സിനെ പരിശുദ്ധന്മാർ ഏറ്റെടുക്കട്ടെ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ കഴിയുമോ? ചിട്ടവട്ടങ്ങളും മാറി ആത്മാവിന്റെ നിറവിൽ ഒരു ജനക്കൂട്ടമാകാൻ ഞങ്ങൾക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കണം. എനിക്കറിയാം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം നന്നായി അനുഭവിച്ചുകൊണ്ട് ഈ സന്ദേശം കൈമാറുന്നത് ഈ രാത്രി ദൈവജനം പ്രതികരിച്ചു കൊണ്ടിരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ കരം ചിലതിനെ തൊടുന്ന രാത്രിയാ. ഇന്ന് രാത്രി നമ്മെ തൊടുന്ന രാത്രിയാകട്ടെ. നിർജീവത്വമായെന്ന് പറഞ്ഞ സ്തോത്ര വയസ്സ് എന്നെന്ന് തിരുവെടുത്തു പറഞ്ഞ ഈ ദൈവവൃത്തിനും കുടുംബത്തിനു വേണ്ടി ദൂതന ദൈവമിറക്കി. അങ്ങനെ പറഞ്ഞ ആ ദൂത അങ്ങനെ പറഞ്ഞെനിക്ക് വിടാൻ പറ്റുന്നില്ല. കർത്താവിന്റെ ദാസനായ ദൈവം തെരഞ്ഞെടുത്ത അബ്രഹാമിന്റെ ചരിത്രവും വ്യത്യസ്തമായ ചരിത്രമല്ല. വയസ്സ് ചെന്നവരാണ്. റോമലേഖനം 5-ാം അധ്യായം വളരെ മനോഹരമായി അത് വിശദീകരിക്കുന്നുണ്ട്. വാഗ്ദത്തം ചെയ്തവനെ കുറിച്ച് ദൈവത്തിന്റെ ദാസനായ പൗലോസ് എഴുതി വരുമ്പോൾ അബ്രഹാമിന്റെ ചരിത്രം എടുക്കുകയാണ്. അബ്രഹാമിന്റെ ചരിത്രം എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ വിശദീകരിക്കുന്നു. അവൻ 100 വയസ്സ് പ്രായമുള്ളവനാണ്. അവന്റെ ശരീരത്തിനും നിർജീവത്വം ഗ്രഹിച്ചിട്ടും അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ അവൻ വിശ്വസ്തനെന്ന് ഗ്രഹിച്ചു. സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും അവൻ വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ, അവിശ്വാസത്തിൽ സംശയിക്കാതെ അവൻ ദൈവത്തിന് മഹത്വം കൊടുത്തു. രാത്രി ദൈവാത്മാവ് കൈമാറാൻ എന്നോട് പറയുന്ന ദൂത് ഞാൻ ആവർത്തിച്ച് കൈമാറട്ടെ. ചിലതിനെ തൊടാൻ എന്റെ കർത്താവ് ഇന്ന് രാത്രി തയ്യാറാ. സംശയത്തിന്റെ ചിന്തകളെല്ലാം ഇന്ന് രാത്രി മാറിപ്പോകട്ടെ. അസാധ്യമെന്ന് നീ പറഞ്ഞത് ഇന്ന് രാത്രി മാറിപ്പോകട്ടെ. നടക്കില്ലെന്ന് ആളുകൾ പറഞ്ഞത് ഇന്ന് രാത്രി മാറ്റിവെക്ക. വാക്ക് പറഞ്ഞവൻ ദൈവമാണെങ്കിൽ, അരുളപ്പാട് പറഞ്ഞത് ദൈവമാണെങ്കിൽ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് ഈ രാത്രി വിശ്വസിക്കാൻ കഴിയുന്ന സകല ദൈവമക്കളും പറയണം, എന്റെ ദൈവം അത്ഭുതം ചെയ്യും. യോഹന്നാനെ കുറിച്ച് മടങ്ങി വരട്ടെ. വിശുദ്ധ ഒത്തിരി ഒഴിവാക്കണം. യോഹന്നാനെ കുറിച്ച് വീണ്ടും മടങ്ങി വരിക. സ്നാപകനായ യോഹന്നാൻ അന്നത്തെ റിലീജിയസ് സിസ്റ്റത്തിൽ നിന്ന് മാറി നടന്നവരാ. റിലീജിയസ് സിസ്റ്റത്തിൽ നിന്ന് മാറി നടന്നു എന്ന് പറയുമ്പോൾ അവനെ കുറിച്ച് വായിക്കുന്നത് എങ്ങനെയാ? അവൻ മരുഭൂമിയിലേക്ക് പോയി. മരുഭൂമിയിലേക്ക് ചെന്നു. ഒട്ടക രോമം കൊണ്ടുള്ള ഉടപ്പ്, സ്തോത്രം, അരയും തോലുമാറും ധരിക്കുന്നു. കാട്ടുതേനും വെട്ടുക്കിളിയും ഭക്ഷണമാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വനവാസി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പാർക്കുന്ന ഒരു പ്രാകൃതനായ മനുഷ്യൻ, ഒരു സന്യാസ ജീവിതം നയിക്കുന്ന ഒരു അസാധാരണ മനുഷ്യൻ. നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെയും മരുഭൂമിയിൽ സ്നാപക യോഹന്നാൻ പാർത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു. ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. അവൻ ഈ മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. ഇംഗ്ലീഷിൽ എഴുതുന്നത് എങ്ങനെയാണ്? The word of the Lord came to John. ദൈവത്തിന്റെ ദാസനായ യോഹന്നാന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. നിങ്ങൾ ശ്രദ്ധിക്കണം. അദ്ദേഹം മരുഭൂമിയിലാണ്. ഒരു സാധാരണക്കാരനാണ്. അദ്ദേഹം ഒരു സന്യാസ ജീവിതം നയിക്കുന്നു. പ്രകൃതിയുടെ സമൂഹത്തോട് ഇടകലർന്നുകൊണ്ട് ആ രീതിയിൽ ജീവിക്കുന്ന ഒരു അസാധാരണക്കാരനായ മനുഷ്യൻ. അങ്ങനെ അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരുവെടുത്തു പറയുകയാണ്, അവൻ ഈ മരുഭൂമിയിൽ വെച്ച് യഹോവയുടെ അരുളപ്പാടുണ്ടായി. ഈ രാത്രി ദൈവമക്കളൊരു കാര്യം അവിടെ വെച്ച് മനസ്സിലാക്കണം. യോഹന്നാനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭവനത്തിൽ നിന്ന് എത്രയോ നേരത്തെ വീട് വിട്ടു പോയവനാണ് യോഹന്നാൻ സ്നാപകൻ. അദ്ദേഹം വീട്ടിൽ നിന്ന് പോകുമ്പോൾ സെക്കറിയാവിനും എലിശബത്തിനും ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. അവനെ കുറിച്ച് പറഞ്ഞതുപോലെ തിരുവെടുത്തും ദൈവത്തിന് അരുളപ്പാടും പറഞ്ഞതുപോലെ ഈ ദൈവവൃത്തൻ യോഹന്നാൻ ഒരു ദൈവദാസനായിട്ട് മാറണം. അദ്ദേഹത്തിലൂടെ ചെയ്യേണ്ട മഹനീയമായ ശുശ്രൂഷയുടെ വിശദീകരണങ്ങൾ ലൂക്കോസ് വിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ശുശ്രൂഷകനായി മാറണമെന്ന്
ഈ ദൈവവൃത്തിനെ കുറിച്ച് അവന്റെ മാതാപിതാക്കൾ ആഗ്രഹിക്കുമ്പോൾ ഇവിടെ ഇതാ ഈ ചെറുപ്പക്കാരൻ മരുഭൂമിയിലേക്ക് ചെല്ലുകയാണ്. ആ മരുഭൂമിയിൽ ചെന്ന് ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവൻ മരുഭൂമിയിൽ ചെന്ന് തന്റെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇവിടെ ഭവനത്തിൽ ഒരു പിതാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്റെ മകനെ കുറിച്ച് അങ്ങരുളി ചെയ്ത ഒരു ദൈവിക അരുളപ്പാടുണ്ടല്ലോ, എന്റെ മകനെ കുറിച്ച് അങ്ങരുളി ചെയ്ത ദൈവത്തിന് ചില ആലോചനകൾ ഉണ്ടല്ലോ. അവൻ ഏലിയാവിന്റെ ശക്തിയോടെ വരണം, ഏലിയാവിന്റെ ആത്മാവോട് കൂടി ഓടണം. അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്കും തിരിക്കണം. അങ്ങനെ നീ അരുളി ചെയ്ത ദൂത് എന്റെ കുഞ്ഞിന്റെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടണമെന്ന് ഒരപ്പനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരുവെടുത്ത് പറയുന്നു, മരുഭൂമിയിൽ വെച്ച യഹോവയുടെ അരുളപ്പാട് യോഹന്നാൻ ഇറങ്ങി വരികയാ. അവൻ പോലും ചിന്തിക്കാതിരിക്കുമ്പോൾ, അവൻ പോലും പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ യഹോവയുടെ അരുളപ്പാട് യോഹന്നാൻ ഇറങ്ങി വരികയാ. ഈ രാത്രി ഒരു ദൂത് കൂടെ ഞാൻ എവിടെ വെച്ചൊന്ന് കൈമാറട്ടെ. ഇതുവരെ നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ഇതുവരെ പ്രതിഫലം കിട്ടിയില്ലെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, മരുഭൂമിയുടെ അവസ്ഥയിലും ദൂത് കൈമാറാൻ കഴിയുന്ന, മരുഭൂമിയെ മാറ്റി അതിനെ മനോഹരമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ജീവിക്കുന്നുണ്ട്. അവന്റെ മേൽ ദൈവത്തിന്റെ അരുളപ്പാട് ഇറങ്ങി വന്നു. എത്ര മനോഹരമായ വിശദീകരണമാണ് ലൂക്കോസ് അവിടെ നൽകുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിനു വേണ്ടി, ഈ ദിവസത്തിന് വേണ്ടി അല്ലേ സത്യത്തിൽ സെക്കരിയാവ് പ്രാർത്ഥിച്ചത്? ഈ ദിവസത്തിന് വേണ്ടി അല്ലേ സത്യത്തിൽ എലിശബത്ത് പ്രാർത്ഥിച്ചത്? എന്റെ മകന്റെ മേൽ യഹോവയുടെ വചനം വരണം, എന്റെ മകന്റെ മേൽ യഹോവയുടെ ആത്മാവ് വരണം. ഞാൻ ഇന്ന് രാത്രി ചില മാതാക്കളെ നോക്കി പറയാം, ആരും അറിയാതെ നീ ഗദ്ഗതം ഉള്ളിലൊതുക്കി വിതുമ്പി വിതുമ്പി കരയുന്നത് എന്റെ കുഞ്ഞിനെ ഒന്ന് തൊടണമെന്നാണെങ്കിൽ ഞാൻ ഈ രാത്രി ദൂത് കൈമാറുകയാ. മരുഭൂമിയിൽ അകപ്പെട്ടതുപോലെ അകന്നു പോയ മക്കളുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകത്തെ ചൊരിയാൻ ഇന്ന് രാത്രി ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ കരം കുറുകി പോയിട്ടില്ല. സാധ്യമല്ലെന്ന് ലോകം പറഞ്ഞാലും അസാധ്യമെന്ന് ആര് പറഞ്ഞാലും ഞാൻ ഇന്ന് രാത്രി ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആധികാരികമായി പറയാം, ദൈവത്തിന്റെ അരുളപ്പാട് അരുളി ചെയ്യാൻ കഴിയുന്നവൻ എന്റെ ദൈവമായതുകൊണ്ട് അവൻ അറിയിക്കാതിരിക്കില്ല. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം, യോഹന്നാന് യഹോവയുടെ അരുളപ്പാടുണ്ടാകുകയാണ്. അവൻ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാൻ ആരംഭിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം, അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിക്കുക. എനിക്ക് ആ പ്രസംഗത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ആ പ്രസംഗം മുഴുവൻ വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ കാതലെന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാവരും മാനസാന്തരപ്പെടണം. മാനസാന്തരത്തിന്റെ മനോഹരമായ സന്ദേശം ഇത്ര ആധികാരികതയോടെ കൈമാറിയ വേറൊരു പ്രഭാഷകൻ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആളുകളെ മുഴുവൻ വിളിച്ചു, നിങ്ങൾ എല്ലാവരും മാനസാന്തരപ്പെടണം. അങ്ങനെ മാനസാന്തരപ്പെടണമെന്ന് ദൈവത്തിന്റെ ദാസനായ യോഹന്നാൻ അതിശക്തിയോടെ ദൂത് കൈമാറിക്കൊണ്ടിരിക്കുക. ആളുകൾ ഒരുപാട് പേര് തന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പ്രത്യേകത മാനസാന്തരം മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തു വരാൻ പോകുന്നു, അവന് വഴിയൊരുക്കാൻ വന്നവനാണ് ഞാൻ. യേശുവിനെ കുറിച്ചാണ് പ്രസംഗം മുഴുവൻ. യേശുവിലേക്ക് വരാൻ, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾ മാനസാന്തരപ്പെടണമെന്നുള്ള ഏറ്റവും ശ്രേഷ്ഠമായ സന്ദേശം യോഹന്നാൻ കൈമാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ അദ്ദേഹം ഈ സന്ദേശം കൈമാറിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ യേശു കർത്താവ് തന്റെ അടുക്കിലേക്ക് വന്നു. യേശു തന്റെ അടുക്കിലേക്ക് വന്നത് മാനസാന്തരത്തിലുള്ള സ്നാനം നടത്തുന്ന യോഹന്നാന്റെ കൈക്കീഴി സ്നാനമേൽക്കേണ്ടതിനാൽ. നമുക്ക് തിരുവെഴുത്തുകൾ അറിയുന്നത് കൊണ്ട് ഞാൻ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. യോഹന്നാന്റെ കൈക്കീഴിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യോർദാൻ വെള്ളത്തിലേക്ക് ഇറങ്ങി. അവൻ അവിടെ യോഹന്നാന്റെ കൈക്കീഴിൽ യേശു കർത്താവ് സ്നാനമേറ്റു. യോഹന്നാൻ പറഞ്ഞു, നിന്നെ സ്നാനമേൽപ്പാൻ എനിക്ക് ആവശ്യം, പിന്നെങ്ങനെ എനിക്ക് നിന്നെ സ്നാനപ്പെടുത്താൻ കഴിയും? യേശു പറഞ്ഞു, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കപ്പെടുന്നത് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞ യേശു കർത്താവ് യോഹന്നാൻ സ്നാപകൻ യേശു കർത്താവിനെ സ്നാനമേൽപ്പിക്കുകയാണ്. തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, സ്വർഗം തുറക്കുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാവരൂപത്തിൽ യേശു കർത്താവിലേക്ക് വന്നു. എന്നിട്ട് സ്വർഗം ഒരു ദൂത് വിളിച്ചു പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിക്കണം,
അതിമനോഹരമായ ഒരു സ്നാന ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് യേശു കർത്താവ് യോർദാൻ വിട്ട് പ്രലോഭനത്തിന് വേണ്ടി മരുഭൂമിയിലേക്ക് പോകുക. ഞാൻ വിഷയത്തിലേക്ക് പിന്നീട് സമയം കിട്ടിയ മടങ്ങി വരാം. ഞാൻ അവിടെ അങ്ങനെ അവസാനിപ്പിക്കട്ടെ. യേശു കർത്താവ് പരീക്ഷണത്തിന് വേണ്ടി പരീക്ഷിക്കപ്പെടേണ്ടതിന് അവിടെ നിന്ന് പോകുക. പിന്നീട് നമ്മൾ യേശുവിനെ കാണുന്നത് അല്പസമയം കഴിഞ്ഞിട്ടാണ്. ഇവിടെ നിന്നുകൊണ്ട് 3 ദൂതകളാണ് 1-ാം അധ്യായത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യത്തെ ദൈവത്തിന്റെ ദാസനായ സുവിശേഷകൻ യോഹന്നാൻ എഴുതി വരുന്നത് നമ്മൾ ശ്രദ്ധിക്കാനായി പോകുന്നത്. അതിലെ 1-ാമത്തെ ദൂത് 1-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിലാണ്. 1-ാം അധ്യായം 26-ാമത്തെ വാക്യം വായിച്ചാൽ, അതിന് യോഹന്നാൻ ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. 1-ാമത്തെ പ്രഖ്യാപനമാണ്. 1-ാമത്തെ ദൂത് യേശു കർത്താവിനെ കുറിച്ചുള്ളത്. എഴുത്തുകാരനായ യോഹന്നാൻ പറയുന്നു, നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, 1-ാമത്തെ ദിവസമാണ്. 1-ാമത്തെ ദിവസം ഒരു പ്രത്യേക ഗ്രൂപ്പ് യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ അവനോട് ചോദ്യം ചോദിക്കേണ്ടതിന് വരികയാണ്. അന്നത്തെ മതത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് യെരുശലേമാണ്. നമുക്കറിയാം, അവിടെ സദൂക്യന്മാരും പരീശന്മാരുമുണ്ട്. സദൂക്യന്മാരും പരീശന്മാരും ഉൾപ്പെട്ട ഒരു സംഘത്തിലെ ആളുകൾ യോഹന്നാന്റെ അടുക്കൽ അവൻ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് ചോദിക്കേണ്ടതിന് അയക്കാനിടയായി. അങ്ങനെ അവര് വരുന്നത് യോഹന്നാനോട് ചോദിക്കാൻ ഒരു ചോദ്യത്തോടെയാണ്. നീ ആരാണ്? ഈ മനോഹരമായ സ്നാന ശുശ്രൂഷ നിർവഹിക്കുന്നു, മാനസാന്തര സ്നാനം പ്രസംഗിക്കുന്നു, ആടുകൾ നിന്റെ അടുക്കിലേക്ക് ഓടിക്കൂടുന്നു. നീ ആരാണ്? അവർക്കറിയേണ്ടത് ഏത് അധികാരത്തിൽ ഇത് ചെയ്യുന്നു, ഇത് ചെയ്യാനുള്ള ഈ അധികാരം നിനക്ക് ആര് തന്നു എന്ന ചോദ്യം ചോദിക്കേണ്ടതിന് യോഹന്നാൻ സ്നാപകന്റെ അടുക്കിലേക്ക് അവർ ആളുകളെ അയച്ചു. സദൂക്യന്മാരുണ്ട്, പരീശന്മാരുണ്ട്, ആ കൂട്ടത്തിൽ ലേവ്യ പുരോഹിതന്മാരുണ്ട്. അവരെല്ലാവരും വന്ന് ചോദിക്കുന്നത്, ഏത് അധികാരത്തിൽ ഇത് ചെയ്യുന്നു? ഈ സ്നാനം നടത്താൻ നിനക്കാര് അധികാരം തന്നു? അവര് ചിന്തിച്ചത് ഇത് ചെയ്യേണ്ടത് മശിഹയുടെ ശുശ്രൂഷയാണ്. ഒരുപക്ഷെ ഏലിയാവോ ഒരുപക്ഷെ മറ്റു പ്രവാചകന്മാരോ ആരെങ്കിലുമൊക്കെ ചെയ്യേണ്ട ഈ ശുശ്രൂഷ ചെയ്യാൻ യോഹന്നാൻ സ്നാപകനെ നിനക്ക് ആരെ അധികാരം തന്നത്? അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് അധികാരത്തെ കുറിച്ചുള്ള ചോദ്യമാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവിന്റെ ശുശ്രൂഷയുടെ കാലഘട്ടത്തിലും യേശുവിനെ ആളുകൾ വിരോധിച്ചത് ഇതേ ചോദ്യം ഉന്നയിച്ച, നിനക്ക് ആരെ അധികാരം തന്നു? പാപത്തെ മോചിപ്പാനുള്ള അധികാരം നിനക്ക് ആരാണ് തന്നത്? ദൈവാലയത്തെ ശുദ്ധീകരിപ്പാനുള്ള അധികാരം നിനക്ക് ആരാണ് തന്നത്? പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, യേശുവിനോടുള്ള ഈ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ കർത്താവിന്റെ ശുശ്രൂഷയെ വിരോധിക്കേണ്ടതിൽ നിൽക്കുമ്പോൾ യേശുവിന് പറയാൻ ഒരൊറ്റ മറുപടിയേ ഉള്ളൂ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രി യേശുവിന്റെ അധികാരം ഒരു മതം കൊടുത്ത അധികാരമല്ല. യേശുവിന്റെ അധികാരം ഒരു റബിനിക് സമൂഹം കൊടുത്ത അധികാരമല്ല. യേശുവിന്റെ അധികാരം ഒരു കൂട്ടം ആളുകൾ കൈമാറിയതല്ല. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറഞ്ഞത് അവന്റെ മേലൊരു അധികാരമുള്ളത് കൊണ്ടല്ലേ. അതുകൊണ്ട് യേശു പറയുക, എന്റെ മേൽ സകല അധികാരമുണ്ട്. കർത്താവിന്റെ അധികാരത്തെ കുറിച്ച് ഒരു വാക്കൊന്നും പറയാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. കർത്താവ് പ്രകൃതിയുടെ മേലെ അധികാരമുള്ളവനാണ്. ദൈവത്തിന്റെ ദാസൻ അവൻ ആ ലീഡ് ചെയ്തപ്പോ പറഞ്ഞു, മഴയോട് മാറി നിൽക്കാൻ സ്വർഗത്തിലെ ദൈവം കൽപ്പിച്ചു. പ്രാർത്ഥിച്ച വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകിയതാണ്. മഴ മാറി മനോഹരമായ ഒരു കൂട്ടായ്മ നടത്താൻ നമുക്ക് അവസരമുണ്ടായല്ലോ. ഞാൻ ഇന്ന് രാത്രി ഒരു കാര്യം പറയാം. പ്രകൃതി
പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവൻ എന്റെ കർത്താവ് യേശു ക്രിസ്തുവാണ്. കാറ്റിനെ ശാസിക്കാൻ, കടലിനെ ശാസിക്കാൻ അധികാരമുള്ളവൻ ഇന്ന് രാത്രി കർത്താവ് യേശു ക്രിസ്തുവാ. ആമേൻ. അവന് അധികാരമുണ്ട്. അവന് മരണത്തിന് മേൽ അധികാരമുണ്ട്. അവന് പാതാളത്തിന് മേൽ അധികാരമുണ്ട്. അവന് നിന്റെ ജീവന്റെ മേൽ അധികാരമുണ്ട്. നിന്റെ തലമുറയുടെ മേൽ എന്റെ യേശുവിന് അധികാരമുണ്ട്. നിന്റെ ശുശ്രൂഷയുടെ മേൽ യേശുവിന് അധികാരമുണ്ട്. ഇന്ന് രാത്രി അന്ധകാരത്തിനല്ല, ഇരുട്ടിന്റെ വ്യാപാരത്തിനല്ല നിന്റെ മേൽ അധികാരമുള്ളത്. സ്വർഗത്തിലും ഭൂമിയിലും അധികാരം പ്രാപിച്ച നസ്രയനായ യേശുവിന് ഇന്ന് രാത്രി നിന്റെ മേൽ അധികാരം. Glory, hallelujah. ഡോക്ടേഴ്സിനല്ല നിന്റെ മേൽ അധികാരമെന്ന് അറിയണം. വിധി കൽപ്പിച്ച വിധികർത്താക്കൾക്കല്ല നിന്റെ മേൽ അധികാരമുള്ളത്. എടുത്തു ചീട്ടുമെഴുതിയ അധികാരികൾക്കല്ല നിന്റെ മേൽ അധികാരമുള്ളത്. ഇന്ന് രാത്രി അഭിഷക്തന്മാർ ഇത് അറിയണം. നിന്നെ അഭിഷേകം ചെയ്ത ഒരു ദൈവം ഉയരത്തിലുണ്ട്. നിന്നെ തിരഞ്ഞെടുത്തൊരു ദൈവം ഇന്ന് രാത്രി ഉയരത്തിലുണ്ട്. അവൻ കൈമാറിയ അധികാരം ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ ആത്മാവിൽ വിളിച്ചു പറയണം, പിശാചേ നിനക്ക് എന്റെ മേൽ ഒരധികാരമില്ല. Glory, hallelujah. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ പറയും, എന്റെ രോഗാവസ്ഥയിലും അധികാരമുള്ളൊരു ദൈവം എനിക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. എന്റെ കഷ്ടതയുടെ മധ്യത്തിലും ഒരു വാക്ക് കൽപ്പിച്ചാൽ സൗഖ്യം വരത്തക്ക വിധത്തിൽ വാക്ക് പറയാൻ കഴിയുന്ന അധികാരമുള്ള ഒരു കർത്താവ് ഇന്ന് രാത്രി ജീവിക്കുന്നുണ്ട്. ഈ പന്തലിൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുന്നവർ വചനത്തോട് പ്രതികരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ആത്മാവിൽ പറയണം, എന്റെ കർത്താവ് അധികാരമുള്ളവനാ. അവനൊരു വാക്ക് പറഞ്ഞാൽ മതി, ഏത് രോഗത്തിനും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സൗഖ്യമുണ്ട്. അഴിയാത്ത വാതിലുകൾ ഇന്ന് രാത്രി തുറന്നു വരാൻ, അഴിയാത്ത കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിഞ്ഞു മാറാൻ എന്റെ കർത്താവിന്റെ ഒരു വാക്ക് മതി. രക്തം ജയം, രക്തം ജയം. ഇന്ന് രാത്രി ആത്മാവിന്റെ വ്യാപാരം ഈ പന്തലിനകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോ ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം വിശ്വസിക്കുന്നവർക്ക് വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ജീവിതഘടമേൽ ഇറങ്ങി ആവശിക്കേണ്ടതിന് ഇന്ന് രാത്രി ദൈവാത്മാവ് കരുണ ചെയ്യട്ടെ. ആത്മാവി ദൈവജനം ആത്മാവിൽ ഇന്ന് രാത്രി കർത്താവിന് സ്തോത്രം പറയണം. ദൈവത്തെ ചില മിനിറ്റുകൾ ആരാധിക്കാൻ, ആത്മാവി ദൈവത്തെ ആരാധിക്കാൻ, അഭിഷേകത്തോടെ ദൈവത്തെ ആരാധിക്കാൻ വരവ് കൃപയിൽ ലഭിച്ച ദൈവമക്കൾ ഈ രാത്രി ദൈവത്തെ ആരാധിക്കട്ടെ. ഇവിടെ മൗനമായി ഇരിക്കേണ്ടതല്ല. അധികാരമുള്ള ഒരു ദൈവം ആത്മാവിന്റെ പ്രവാഹം തരാൻ ഇന്ന് രാത്രി തൊടാൻ, നിന്നെ തൊടാൻ, നിന്റെ തലമുറയെ തൊടാൻ, നിന്റെ കുടുംബത്തെ തൊടാൻ, നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ തൊടാൻ അധികാരമുള്ളവനായി ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവരല്ല ഇന്ന് രാത്രി ആമേൻ പറയട്ടെ. സ്വർഗം ചലിക്കുന്ന രാത്രിയാ. അധികാരമുള്ള കർത്താവിന്റെ കരം ഈ രാത്രി തൊടുമാറാകട്ടെ. രോഗാത്മാവിനെ തൊടട്ടെ. അന്ധകാരത്തിന്റെ വ്യാപാരങ്ങളെ ഇന്ന് രാത്രി കർത്താവ് അടിയറവ് പറയിക്കട്ടെ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടാൻ അധികാരം തന്ന നസ്രയനായ യേശുവിന്റെ നാമത്തിൽ, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവശക്തിയുടെ വലിപ്പം, അതിന്റെ അളവറ്റ വലിപ്പം ഈ പന്തലിൽ വ്യാപരിക്കട്ടെ. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എല്ലാ കസേരകളിലും ഈ രാത്രി ആത്മവ്യാപാരം സംഭവിക്കട്ടെ. ആത്മവ്യാപാരം സംഭവിക്കട്ടെ. മനസ്സ് തുറന്നു പറ, ഇന്ന് രാത്രി ആത്മവ്യാപാരം ഈ ആലയത്തിൽ സംഭവിക്കട്ടെ. എനിക്കറിയാം വളരെ വേഗത്തിൽ സമയം മുന്നോട്ട് പോകുക. ചില മിനിറ്റുകൾ കൂടെ മാത്രമേ എന്റെ മുമ്പിലുള്ളൂ. സ്തോത്രം. അപ്പൊ യേശുവിന്റെ ശുശ്രൂഷയോടുള്ള സദൂക്യരുടെയും പരീക്ഷരുടെയും ചോദ്യമത
ഏത് അധികാരത്തിൽ നിന്ന് ഇത് ചെയ്യുന്നു? പക്ഷെ യേശുവിന് പറയാനുള്ളത്, ശവത്തിന് മേൽ എനിക്ക് അധികാരമുണ്ട്, ഭൂതങ്ങളുടെ മേൽ എനിക്ക് അധികാരമുണ്ട്, മരണത്തിന് മേൽ എനിക്ക് അധികാരമുണ്ട്, പ്രകൃതിയുടെ മേൽ എനിക്ക് അധികാരമുണ്ട്. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന എന്റെ കർത്താവ് അധികാരമുള്ള കർത്താവ്. സ്തോത്രം. ഭയപ്പെട്ട് മാറി നിൽക്കണ്ട, പേടിച്ചു മാറി നിൽക്കണ്ട. ഇന്ന് രാത്രി ജയവീരനായവൻ മുൻപിലുണ്ട്. അവൻ ജയവീരനായവൻ മുൻപിലുണ്ട്. അവന്റെ പിന്നാലെ പോകുന്ന ചെറിയ കൂട്ടമേ, നിങ്ങൾ ഭയപ്പെടണ്ട. അധികാരമുള്ളവൻ മുൻപിലുണ്ട്. ക്യാപ്റ്റൻ ജയിച്ചവനാ. അവൻ തോറ്റുപോയവനല്ല. അവൻ മരണത്തെ ജയിച്ചവനാ. അവൻ പാതാളത്തെ ജയിച്ചവനാ. അവൻ മൃത്യുവിനെ ജയിച്ചവനാ. റോമൻ ഇമ്പീരിയ മുദ്രകളെ അവൻ പൊട്ടിച്ചുയർത്തെഴുന്നേറ്റവനാ. ഇന്ന് രാത്രി അവനെ ആരാധിക്കാൻ, അവനെ പിൻപറ്റാൻ എന്തിനു ഭയപ്പെടണം? എന്റെ കർത്താവ് അധികാരമുള്ളവനാ. സദൂക്യരെ നിങ്ങൾക്കറിയില്ല, പരീശരെ നിങ്ങൾക്കറിയില്ല. എന്റെ പിതാവ് എന്നെ അഭിഷേകം ചെയ്തത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന പാസ്റ്റേഴ്സിന്റെ മിടുക്കുകൊണ്ടല്ല രോഗികൾക്ക് സൗഖ്യമുണ്ടാകുന്നത്. കൃപാവര പ്രാർത്ഥന്മാരുടെ മിടുക്കുകൊണ്ടല്ല ഭൂതങ്ങൾ അലറിയോടുന്നത്. അതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അവരിൽ വ്യാപരിക്കുന്ന അധികാരത്തിന്റെ ആത്മാവാണെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവര് പറയണം, എന്റെ യേശു അധികാരമുള്ളവനാ. ഒരു ലോക്കൽ പാസ്റ്ററെ നിയന്ത്രിക്കുന്ന അഭിഷേകത്തിന്റെ നിറവുണ്ട്. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ നിന്റെ ദൈവദാസൻ തലയിൽ കൈവയ്ക്കുമ്പോ അവരുടെ മേൽ വ്യാപരിക്കുന്ന ഒരധികാരമുണ്ട്. യേശു എന്നെ പറഞ്ഞെന്നറിയാമോ? ഞാൻ നിങ്ങളെ അവൻ പറഞ്ഞയക്കുന്നു. ഭൂതങ്ങളുടെ മേൽ നിങ്ങൾക്ക് അധികാരമുണ്ട്. രോഗികളുടെ മേൽ കൈവയ്ക്കുമ്പോ അവർക്ക് സൗഖ്യം വരും. ഈ അധികാരത്തോടെയാ കർത്തദാസന്മാരെ ദൈവം അയക്കുന്നത്. ഇന്ന് രാത്രി അധികാരം അറിയുന്ന ദൈവമക്കൾക്കായി എന്റെ ദൈവത്തിന് സ്തോത്രം പറയുന്നു. അധികാരം എന്റെ യേശുവിന്റെ മേല. എനിക്ക് ഒന്നാമത്തെ ചിന്തയെങ്കിലും പറഞ്ഞ് അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ജന്മനിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ആരെങ്കിലും വന്ന് യോഹന്നാനോട് ചോദ്യം ചോദിച്ചു, ഏതധികാരത്തിലാണ് നീ ചെയ്യുന്നത്? 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഒന്നാമത്തെ ചോദ്യം, നീ ക്രിസ്തുവാണോ? കാരണം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ ലൂക്കോസ് സുവിശേഷം ദൈവദാസനായ ശ്രാവക യോഹന്നാന്റെ പ്രസംഗം കേൾക്കുമ്പോ ലൂക്കോസ് ഇങ്ങനെ എഴുതുന്നു, അവൻ ക്രിസ്തുവോ എന്ന് ജനം കാത്തു നിന്നു. കാരണം അവര് കാത്തിരിക്കുന്ന മശികയ്ക്ക് വേണ്ടിയാ. റോമൻ സാമ്രാജ്യത്തിന്റെ വലിയ അടിമത്തത്തിൽ നിന്ന് മോചനം പ്രാപിക്കേണ്ടതിന്, അവരനുഭവിക്കുന്ന കൈപ്പേറിയ ജീവിതാനുഭവങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കേണ്ടതിന് വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ അവര് കാത്തിരിക്കുന്നത് മശികയ്ക്ക് വേണ്ടിയാ. പഴയ നിയമ പ്രവാചകന്മാർ പറഞ്ഞു വെച്ച ഈ മശിക വരുമെന്നുള്ള പ്രതീക്ഷയാ. അവ യോഹന്നാന്റെ ശുശ്രൂഷ കണ്ടപ്പോൾ വന്ന് ജനക്കൂട്ടം ഒരുമിച്ച് ചോദിച്ചു, നീ ക്രിസ്തുവാണോ? അവൻ ക്രിസ്തുവാണോ എന്നറിയേണ്ടതിന് ജനക്കൂട്ടം കാത്തു നിന്നു എന്ന യോഹന്നാൻ മറുപടി പറഞ്ഞു, ഞാനല്ല. രണ്ടാമത്തെ ചോദ്യം, നീ അങ്ങനെയാണെങ്കിൽ ഏലിയാവാണോ? ഏലിയാവ് വരുമെന്നുള്ള പ്രതീക്ഷ അവരുടെ അകത്തുണ്ട്. ഏലിയാവിനെ കുറിച്ചും വളരെ നന്നായിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു കൂട്ടം ആളുകളാ ഇസ്രായേൽ ജനം എന്ന് പറയുന്നത്. കർമ്മേൽ പർവ്വതത്തിൽ 450 ബാലിന്റെ പ്രവാചകന്മാരും 400 അശ്വര പ്രവാചകന്മാരും ഒരുമിച്ച് വാതുവെച്ച് നിൽക്കുമ്പോൾ അധികാരത്തിന്റെ ശുശ്രൂഷ നിർവഹിക്കാൻ യാഗപീഠം പുതുക്കി പണിത പ്രവാചകന്മാരുടെ സ്തോത്രം മുൻപിൽ അഗ്രഗണ്യനായി നിൽക്കുന്ന കർമ്മേലിന്റെ മുകളിൽ നിൽക്കുന്ന പ്രവാചകനായ ഏലിയാവിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രമാണ പ്രകാരം യാഗപീഠം പുതുക്കി പണിത അതിന്മേൽ യാഗവസ്തുവിനെ വെച്ച ദൈവത്തിരുദാസൻ മുട്ടുമടക്കി പ്രാർത്ഥിക്കുക, യഹോവേ ഉത്തരമരുളണമേ. 850 പ്രവാചകന്മാർക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചത് കഴിയാഞ്ഞത് ഒരു ഭക്തൻ ഒറ്റയ്ക്ക് മുട്ടുമടക്കുമ്പോൾ സ്വർഗത്തിനും തീയിറങ്ങാനിടയായി. ഞാൻ ഇന്ന് രാത്രി ഒരു ദൂത് പറയാ, നിരന്നു നിൽക്കുന്ന ഒരുപാട് ആളുകൾ നിനക്കെതിരെ വാതുവെച്ച് നിന്നാലും ഒരഭിഷക്തൻ മുട്ടുമടക്കിയാൽ അതിനെതിരെ നിൽക്കാൻ കഴിയുന്ന ഒരന്ധകാര വ്യാപാരമില്ലെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവരെ ദൈവസന്നിധിയിൽ പറ, എന്റെ ദൈവം ഉത്തരം അരുളും.
ഹല്ലേലൂയ. ഇന്ന് രാത്രി അവൻ ഉത്തരമരുളുന്ന ദൈവമാണ്. കർമ്മേൽ പർവ്വതത്തിൽ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് അവൻ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി അത് ദഹിപ്പിക്കാനിടയായി. അപ്പൊ ആളുകളുടെ ചോദ്യം അവരെ കുറിച്ച് വരാനുള്ള ഏലിയാവിനെ കുറിച്ചുള്ള ചിന്തകൾ ഉള്ളത് കൊണ്ടാണ് ചോദിച്ചത്, നീ ഏലിയാവാണോ? യോഹന്നാൻ പറഞ്ഞു, ഞാൻ ഏലിയാവല്ല. മൂന്നാമത്തെ ചോദ്യം, പിന്നെ ആരാ നീ? പ്രവാചകനാണോ? ആവർത്തന പുസ്തകത്തിൽ മോശ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ നിന്നൊരു പ്രവാചകനെ, എന്നെ പോലൊരു പ്രവാചകനെ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് അയച്ചു തരും. അപ്പൊ ആ പ്രതീക്ഷ അവരുടെ അകത്തുണ്ട്. ചോദ്യം ഇതാണ്, നീ ആ പ്രവാചകനാണോ? യോഹന്നാൻ പറഞ്ഞു, അല്ല, ഞാൻ ആ പ്രവാചകനല്ല, ഞാൻ ക്രിസ്തുവല്ല, ഞാൻ ഏലിയാവല്ല, നിങ്ങൾ പ്രതീക്ഷിച്ച പ്രവാചകനുമല്ല. പിന്നത്തെ ചോദ്യം, ഞങ്ങളെ അയച്ചവരോട് മറുപടി പറയേണ്ടതിന് നീ ആരാണെന്ന് പറക. നിങ്ങൾ ശ്രദ്ധിക്കണം, സ്നാപക യോഹന്നാന്റെ മറുപടി, ഞാൻ കേവലം ഒരു ശബ്ദമാണ്, എനിക്ക് പുകഴാനൊന്നുമില്ല, എനിക്ക് പറയാൻ വേറൊന്നുമില്ല, ഞാൻ യേശുവിന്റെ ശബ്ദമാണ്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്, കർത്താവിന് വഴിയൊരുക്കുവീൻ, ഒരുവൻ എന്റെ പിന്നാലെ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറടിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഇവിടെ ഒന്നാമത്തെ ദൂത് കൈമാറുകയാ, നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ അറിയാത്ത ഒരുവൻ കഴിഞ്ഞ 30 വർഷങ്ങൾ നസ്രത്തിലെ കൊച്ചു ഭവനത്തിൽ ഒരാശാരിയായി ജീവിച്ച നിങ്ങൾ അറിയാത്ത ഒരുവനുണ്ട്. അവൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു. എന്താ അവന്റെ പ്രത്യേകത? ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിച്ചതേ ഉള്ളൂ, പക്ഷെ എന്റെ പിന്നാലെ വരുന്നവനോ നിങ്ങളെ ആത്മാവിലും തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കും. ഇന്ന് രാത്രിയോ ദൂതുകൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കിനെ അവസാനിപ്പിക്കുക. ഒന്നാമത്തെ ചിന്ത, യേശുവിന്റെ ദൈവത്വത്തെ കുറിച്ച് യോഹന്നാൻ വിശദീകരിച്ചു വരുമ്പോൾ ഒന്നാമത്തെ ചിന്ത കൈമാറുക, നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിൽക്കുന്നുണ്ട്. ഇന്ന് രാത്രി IPC കേരള സ്റ്റേറ്റിന്റെ കൺവെൻഷന്റെ 3ാമത്തെ രാത്രിയിൽ ഈ പന്തലിൽ കൂടി വന്നിരിക്കുന്ന ഓൺലൈൻ ഞങ്ങളെ വാച്ച് ചെയ്യുന്ന ഞങ്ങളുടെ ശ്രോതാക്കളോട് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയാ, നിങ്ങൾ ഇതുവരെ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. പാപികൾക്ക് മോചനം കൊടുക്കാൻ, രോഗികൾക്ക് സൗഖ്യം തരാൻ, അവൻ വീണ്ടെടുപ്പ് കൈമാറി തരാൻ അധികാരമുള്ള ഒരുവൻ ഇന്ന് രാത്രി നിങ്ങളുടെ ഇടയിൽ നിൽപ്പുണ്ട്. അവനൊരു സാധാരണ തച്ചനല്ല, അവൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സാധാരണ നസ്രേത്തുകാരനല്ല, അവൻ ദൈവം അയച്ച ദൈവത്തിന്റെ വീണ്ടെടുപ്പുകാരനാ, അവൻ രക്ഷിതാവാണ്. നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. രാത്രി നമ്മുടെ ആരോഗ്യം നിൽക്കുന്ന കർത്താവിനെ എത്ര പേര് ആത്മക്കണ്ണു തുറന്ന് കാണുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, വെള്ളോട്ടിന് സദൃശമായ കാലുള്ളവൻ, തലയിൽ രാജമുടികൾ ഉള്ളവൻ, അവൻ കത്തിക്കാളുന്ന കൺമുനകൾ ഉള്ളവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഉലാവുന്ന കാഴ്ച കാണാൻ ആത്മക്കണ്ണുകൾ തുറക്കാൻ കഴിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം, ഞാൻ ഇന്ന് രാത്രി എന്റെ ദൈവത്തിന്റെ തേജസ് എന്റെ ആരെങ്കിലും കാണുന്നുണ്ട്. ഈ ലോകത്തിൽ വേറൊന്നും കാണുന്നില്ലെങ്കിലും എനിക്ക് കാണേണ്ടത് യേശുവിനെയാ. ഇന്ന് രാത്രി അവൻ നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഏത് ഭാരവുമാകട്ടെ, ഏത് വേദനയുമാകട്ടെ, ഏത് സങ്കടവുമാകട്ടെ, ഏത് പ്രതിസന്ധിയുമാകട്ടെ, കരം വെച്ച് വിടുവിക്കാൻ നിന്റെ ആരോഗ്യം നിൽക്കുന്ന, നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന യേശുവിനെ കാണാൻ ഇന്ന് രാത്രി കണ്ണുകൾ തുറക്കട്ടെ. ഞാൻ പറഞ്ഞവസാനിപ്പിക്കട്ടെ. അവന്റെ ഒരു പ്രത്യേകത മാത്രമേ യോഹന്നാൻ പറഞ്ഞുള്ളൂ. യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും. ഇന്ന് രാത്രി കർത്താവിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്തെന്നറിയാമോ? അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും. ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഈ യോഗത്തിന്റെ മധ്യത്തിൽ ഇതെനിക്കറിയാം ഒരു കൺവെൻഷനാണ്, ഇതൊരിക്കലും ഒരു കാത്തിരിപ്പ് യോഗമല്ല. പക്ഷെ നമ്മുടെ കൺവെൻഷനിലും പരിശുദ്ധാത്മാവിന്റെ പ്രവാഹം സംഭവിച്ചാൽ അന്യഭാഷിക ദൈവത്തെ ആരാധിക്കാത്തവർ ആത്മാവി ദൈവത്തെ ആരാധിക്കാൻ, അന്യഭാഷിക ദൈവത്തെ ആരാധിക്കാൻ ഇന്ന് രാത്രി ചിലരുടെ അധരങ്ങളെ എന്റെ കർത്താവ് തൊടുമെന്ന് പറഞ്ഞാൽ അതിന് ആമേൻ എന്ന് പറയാൻ എത്ര ദൈവമക്കൾ ഇവിടെ തയ്യാറാണ്.
തയ്യാറാ. വർഷങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ടും ഇന്ന് വരെയും ആത്മസ്നാനം പ്രാപിക്കാത്തവരുടെ മേൽ ഇന്ന് രാത്രി ദൈവം ആത്മാവിന്റെ മാരി ഒരു വലിയ പെരുമഴ പോലെ പെയ്തിറക്കുമെന്ന് പറഞ്ഞാൽ അതിന് ആമേനെന്ന് പറയാൻ എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി തയ്യാറാ? ചിലര് പ്രവചന ശുശ്രൂഷയിലേക്ക് ഇന്ന് രാത്രി പ്രവേശിക്കട്ടെ, ചിലര് വാഗ്ദാന ശുശ്രൂഷയിലേക്ക് ഇന്ന് രാത്രി പ്രവേശിക്കട്ടെ. നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. അവൻ ഇന്ന് രാത്രി നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും. എത്ര പേർ ആമേനെന്ന് പറയും? എനിക്ക് ഇന്ന് രാത്രി ആത്മവ്യാപാരം വേണം. അതിനെത്ര പേര് കൊതിക്കുന്നുണ്ട്? ഞാനിവിടെ അടുത്ത് ജനിച്ചു വളർന്നത് 1989 സെപ്റ്റംബർ 30 ഞാൻ ആയുഷ്യം മറക്കില്ല. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ഒടുവിൽ 13 പേര് ഞങ്ങള് കൂട്ടുകാർ ഒരുമിച്ച് സ്നാനക്കടവിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്നു. എന്റെ കൂടെയുള്ള 12 പേരും ആത്മാവി ദൈവത്തെ ആരാധിക്കുന്നു. പക്ഷെ ഞാൻ മാത്രം ഈ സ്നാന ശുശ്രൂഷയ്ക്ക് പോകുന്നത് വരെ ഈ ആത്മസ്നാനം പ്രാപിച്ചില്ല. എന്റെ ആ കൊച്ചു മനസ്സിൽ കേവലം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 15 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചു ചെറുപ്പക്കാരൻ, ഞാൻ എന്റെ ഇരിക്കുന്ന ഇടക്കര IPC ഹാളിന്റെ കാര്യ ഞാൻ ഇരിക്കുന്ന ഇടത്തിരുന്ന നിലവിളിയോടെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇന്ന് സ്നാനപ്പെടണമെങ്കിൽ എന്നെ നീ ആത്മാവിൽ നിറയ്ക്കണം. അന്ന് ഏറ്റവും ഒടുവിൽ പാട്ടുപാടി പ്രാർത്ഥിച്ച സ്നാനക്കുള കടവിലേക്ക് ഈ തൊട്ടടുത്ത് 6ലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് എന്റെ നിലവിളി എന്റെ ദൈവം കേട്ടു. അന്ന് 13ാമത്തവനായി എന്നെ പരിശുദ്ധാത്മാവിൽ എന്റെ കർത്താവ് അഭിഷേകം ചെയ്തത്. അന്ന് തൊട്ട് ഇന്ന് വരെ എന്നെ ഈ ശുശ്രൂഷയും നിലനിർത്തിയത് ഈ അഭിഷേകമാണെങ്കിൽ ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ പറയും, എനിക്ക് ഇന്ന് രാത്രി ആത്മവ്യാപാരം വേണം. ഇന്ന് രാത്രി ദൈവത്തിന് കൈമാറാ നമ്മുടെ മധ്യത്തിൽ എന്റെ യേശു വന്നിട്ടുണ്ട്. അവൻ പെന്തക്കോസ്ത് നാളിൽ അവൻ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ മേൽ ഇറങ്ങി വന്നു. പിളർന്നിരിക്കുന്ന നാവുകൾ പോലെ അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാനൊരു കാര്യം വിശ്വസിക്കുക, ഈ യോഗത്തിന്റെ മധ്യത്തിൽ അവരോട് ഹൃദയത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരാളുടെ മേലെങ്കിലും സ്വർഗം തുറന്ന ആത്മാവിന്റെ ഒരു മഴ എന്റെ ദൈവം അയക്കുമെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുകയാ. ഒരു നിമിഷം അധരം തുറന്ന് ദൈവസനി സ്തോത്രം പറയാമോ? ഈ രാത്രി ദൈവത്തോട് പറയാമോ, എന്നെ ഇന്ന് രാത്രി അഭിഷേകം ചെയ്യണമേ. എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി ഒരു പുതിയ തലം എന്റെ ദൈവം എനിക്ക് തരണമേ. എന്റെ കുഞ്ഞിന്റെ മേൽ ഇന്ന് രാത്രി ഒരു ആത്മവ്യാപാരം സംഭവിക്കണം. നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ ഇന്ന് രാത്രി ആത്മവ്യാപാരം സംഭവിക്കണം. പരിശുദ്ധാത്മാവിൽ നമ്മെ സ്നാനം കഴിപ്പിക്കാൻ എന്റെ യേശു വന്നിട്ടുണ്ട്. ദൈവമക്കൾ ഇന്ന് രാത്രി കർത്താവിനോട് പറയണം, എനിക്കിന്ന് രാത്രി ആത്മാവിനെ വേണം. തിരുവെഴുത്ത് ഇങ്ങനെയാണ് നമ്മൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപനം നടത്തുന്നത്. യേശു പാപികളെ രക്ഷിക്കുന്നു, യേശു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. അങ്ങനെയാണെങ്കിൽ 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ പറയാനുള്ളത്, എന്റെ യേശു രോഗസൗഖ്യം തരുന്നവൻ മാത്രമല്ല, എന്റെ യേശു പരിശുദ്ധാത്മാവിനെ നൽകുന്നവന്. ഇന്ന് രാത്രി ആത്മീക ശുശ്രൂഷയ്ക്ക് വേണ്ടി ചിലരതയം അഭിഷേകം ചെയ്യുന്ന രാത്രിയാകണം. ചിലരതയ കൈപിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു രാത്രിയായിട്ട് മാറണം. അധികാരത്തിന്റെ ശുശ്രൂഷ എന്റെ യേശു കൈമാറുന്ന ഒരു രാത്രിയായി മാറട്ടെ. നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽപ്പുണ്ട്. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും. അധികാരമുള്ള യേശു ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. ജനവാക്കളെ അവസാനിപ്പിക്കട്ടെ. എന്റെ സമയം ഇവിടെ തീരുന്നത് കൊണ്ട് ഞാൻ വാക്കിനെ അവസാനിപ്പിക്കുക. നമുക്ക് രാത്രി ദൈവസ്ഥലൊന്ന് കൊതിക്കാൻ പറ്റുമോ? ദൈവസ്ഥലൊന്ന് കൊതിക്കാൻ പറ്റുമോ? ഇവിടെ നിന്നും മടങ്ങിപ്പോകുന്നതിന് മുന്നമേ കർത്താവെ, ഈ മൺകൂടാരത്തിൽ ഈ അത്യന്ത ശക്തി ഒന്ന് പകരണമേ. കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ഇത് ദൈവത്തിന്റെ ദാനമെത്രേ എന്ന് വരേണ്ടതിന് ഈ മൺപാത്രങ്ങളിൽ അത്രേ പകർന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളും ഒരുമിച്ച് കൂടി ഒരു സൈന്യമായി എഴുന്നേൽക്കേണ്ടതിന് ഞങ്ങളുടെ ഈ മൺപാത്രങ്ങളിൽ മേൽ പരിശുദ്ധാത്മാവിന്റെ മഴ ഇന്ന് രാത്രി ദൈവം അയക്കണമെന്ന്
ആത്മാവിൽ കൊതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ എത്ര ദൈവമക്കളെ തയ്യാറാകാം? ഒരു മിനിറ്റ് ഒന്ന് സമയമെടുത്ത് പ്രാർത്ഥിക്കാമോ? എല്ലാ ദൈവമക്കളും അത്തരം തുറന്ന് ആത്മാവിൽ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാമോ? അന്യഭാഷ അടയാളത്തോടെ കർത്താവിനെ ആരാധിപ്പാൻ വരം ലഭിച്ചിട്ടുള്ളവർ ഒരു നിമിഷം അത്തരം തുറന്ന് അന്യഭാഷയും ദൈവത്തെയും ഒന്ന് ആരാധിക്കാമോ? നിങ്ങൾ ഇന്നുവരെ പറയാത്ത, നിങ്ങൾ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ദൈവശബ്ദം നിങ്ങളുടെ കാതുകളിൽ തരാൻ എന്റെ കർത്താവിന്റെ സാന്നിധ്യം ഈ ആലയത്തിന് നടുവിൽ വ്യാപരിക്കുന്നുണ്ട്. ഈ രാത്രി വ്യാപരിക്കുന്ന ദൈവശക്തി തിരിച്ചറിയുന്ന ദൈവമക്കളെല്ലാം അത്തരം തുറന്നുകൊണ്ട് അല്പനിമിഷം ആത്മാവി ദൈവത്തെ ആരാധിക്കട്ടെ. നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നവൻ അവന്റെ മുറിഞ്ഞ കരം നിന്റെ മേൽ വെക്കേണ്ടതിന് അധികാരമുള്ള യേശു ആത്മാവിന്റെ പ്രവാഹം തരാൻ സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനെ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞവൻ ഇന്ന് രാത്രി ആലയത്തിലുണ്ട്. അവൻ നിന്നെ തൊടാൻ ഈ രാത്രി നിന്റെ ആരോഗ്യം നിൽക്കുന്നു. പറഞ്ഞാട്ട് കർത്താവേ, എന്നെ ആ മഴയാ ആത്മാവിന്റെ മഴ കൊണ്ട് എന്നെ ഇന്ന് രാത്രി നനയ്ക്കണമേ. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. എല്ലാ മഹത്വവും കർത്താവിന്. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ.